അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാനു ഷരീഫിൻ്റെ പവിത്രമായ അവസാനത്തെ പത്തിലെ ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നാം ഒക്കെ നിലകൊള്ളുന്നത്. ഒരു പക്ഷേ ഇത് പരിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാകാം. അങ്ങനെയാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. മറിച്ച് 29 അന്ന് മാസിപ്പിറവി ദൃശ്യമാവുകയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ റമദാനു ഷരീഫിലെ ഒരു വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് പരിശുദ്ധ റമദാനു ഷരീഫിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാകാം എന്ന് ചിന്തിക്കുകയും ഈ വെള്ളിയാഴ്ച ദിവസം എൻ്റെ അവസാനത്തേതാണെങ്കിൽ ഇനി പരിശുദ്ധ റമദാനു ഷരീഫിലൊരു വെള്ളിയാഴ്ച എനിക്ക് ലഭിക്കണമെങ്കിൽ ഒരു വർഷം കൂടി എനിക്ക് അല്ലാഹു ആയുസ്സ് തരണം, ആ ഒരു വർഷം ഞാൻ ജീവിക്കുമെന്നതിന് എനിക്കൊരു ഗ്യാരണ്ടിയുമില്ല. അതുകൊണ്ട് തന്നെ ലഭ്യമായ ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസത്തെ വിശ്വാസികളായ നാം ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ്. സാധാരണ വെള്ളിയാഴ്ചയിൽ നാം ചെയ്യാറുള്ള സുന്നത്തുകളൊക്കെ പാലിക്കുകയും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ജുമുഅക്ക് വളരെ നേരത്തെ പോവുക, ഇത്തികാഫിൻ്റെ നിയ്യത്തോടു കൂടി പള്ളിയിൽ സമയം ചെലവഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുരുഷന്മാരായ ആളുകൾ ശ്രദ്ധിക്കുകയും സഹോദരിമാരും അവരവരുടെ വീടകങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയും അങ്ങനെ കൂടുതൽ സൽക്കർമ്മനിരതരായി ഇന്നത്തെ വെള്ളിയാഴ്ചയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ധർമ്മം. ആ രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായിരിക്കുന്ന അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് രേഖപ്പെടുത്തിയ ഒരു ഹദീസ് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മഹാനവറുകൾ പറയുകയാണ്, ഔസ്വാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസബഈൻ. 7 കാര്യങ്ങൾ കൊണ്ട് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തു. അതിലൊന്ന് ബിഹുബ്ബിൽ മസാക്കീൻ, പാവങ്ങളെ ഇഷ്ടപ്പെടാനാണ്. സാധുക്കളായ ആളുകളെ ഇഷ്ടപ്പെടുകയും അവരുടെ കഷ്ടതകൾ മനസ്സിലാക്കി അവരെ നമ്മളെ കൊണ്ട്